നമസ്കാരം. ഡ്രോപ്പ് ഓഫ് ചേഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള നവോത്ഥാനം PSC എക്സാംസിനൊക്കെ വേണ്ട ഒരു ടോപ്പിക്കാണത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലിറ്റററി ഫിഗറാണ് ചട്ടമ്പി സ്വാമികൾ. നമുക്ക് ഒരുപാട് നവോത്ഥാന നായകന്മാരെ നോക്കാനുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചിട്ട് അടുത്ത ഒരു 2 ടോപ്പിക്കും കൂടെ പഠിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരും സ്വാഭാവികമായിട്ട് നമുക്ക്. കാരണം ഈ നവോത്ഥാനം എന്ന് പറയുമ്പം എല്ലാം കുറേ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്കൂളുകൾ തുടങ്ങിയത്, അല്ലെങ്കിൽ അമ്പലങ്ങൾ തുടങ്ങിയത്, അല്ലെങ്കിൽ ഈ മിശ്ര ഭോജനം, അങ്ങനെ കുറേ ഭോജനം തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ വരും. അതേപോലെ വചനങ്ങൾ, ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമുക്കിത് ആ ആളുടെ ആണോ മറ്റേ ആളുടെ ആണോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോന്നും പോയിൻറ്റ്സ് വെവ്വേറെ അതിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ഞാനിതാ പുലേ ശിവനെ പ്രതിഷ്ഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ അയ്യങ്കാളിയാണ്, അത് ഗുരുവല്ല. അപ്പോൾ അങ്ങനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനുള്ള വാക്കുകളും ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഒക്കെ എല്ലാത്തിലും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ചട്ടമ്പി സ്വാമികൾ 1853 ഓഗസ്റ്റ് 25 ജനിക്കുകയും 1924 മെയ് 5 സമാധിയാവുകയും ചെയ്തു. അപ്പോൾ അത്രയും കാലയളവിലുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജനനം 1853 ഓഗസ്റ്റ് 25. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ മലയാള മാസം 1029 ചിങ്ങം 11 ഇദ്ദേഹത്തിൻ്റെ ജനനം. ജനിച്ച സ്ഥലം കൊല്ലൂരാണ്. കണ്ണമ്മൂല എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലൂർ കണ്ണമ്മൂലയാണ്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. വീട്ടുപേര് ഉള്ളൂർക്കോട് വീടെന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വാസുദേവ ശർമ്മ എന്നാണ് അച്ഛൻ്റെ പേര്. വാസുദേവ ശർമ്മ എന്നാണ്. വാസുദേവൻ എന്നും ചില പുസ്തകത്തിലുണ്ട്. അമ്മയുടെ പേര് നങ്ങമ്മ. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നങ്ങേമ അല്ലെങ്കിൽ നങ്ങേമ പിള്ള എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ഇദ്ദേഹം സമാധിയായ വർഷം 1924 മെയ് 5. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇൻട്രോ ആയിട്ട് വിചാരിക്കുക. വീട്ടുപേരുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉള്ളൂർക്കോട് വീടാണ് അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത്. കൊല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അവിടുത്തെ ഉള്ളൂർക്കോട് വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരെന്ന് പറയുന്നത്. കൊല്ലൂർ കണ്ണമ്മൂല. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കുഞ്ഞംപിള്ള എന്നാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ഇതൊക്കെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആണ്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ വിശേഷണം സർവ്വവിദ്യാധിരാജൻ എന്ന് വിളിക്കാറുണ്ട് ഇദ്ദേഹത്തിനെ. പിന്നെ സർവ്വവിദ്യാധിരാജ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ 8 യോഗത്തിൽ ഇദ്ദേഹം ഒരു അംഗമായിരുന്നു. 8 യോഗം എന്ന് പറഞ്ഞാൽ 8 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. അതിനകത്ത് ഇദ്ദേഹം അംഗമായിരുന്നു. ശ്രീ ബാലഭട്ടാരകൻ എന്നൊക്കെ അദ്ദേഹത്തിന് മറ്റ് വിശേഷണങ്ങളും പറയാനായി പറ്റും. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ചട്ടമ്പി സ്വാമികൾ എന്നല്ലേ. ഈ ചട്ടമ്പി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് പേര് കിട്ടാനായിട്ടുള്ള കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഗുരുവായ പേട്ടയിൽ രാമൻപിള്ള ആശാൻ്റെ കീഴിൽ ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം ക്ലാസ്സിലെ മോണിറ്ററായിരുന്നു. മോണിറ്റർ എന്ന് പറയുന്ന വാക്കെന്ന് പറഞ്ഞാൽ ക്ലാസ് ലീഡർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനെയാണ് മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോണിറ്ററിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ചട്ടമ്പി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്ന പേരിലോട്ട് എത്തുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് ചട്ടമ്പി എന്ന് പറയുന്ന പേര് പേട്ടയിൽ രാമൻപിള്ള ആശാൻ്റെ കീഴിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ക്ലാസ്സിൻ്റെ മോണിറ്ററായിരുന്നു, അങ്ങനെ കിട്ടിയതാണ്. ഇദ്ദേഹത്തിനെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് തൈക്കാടയാണ്. ഘടയോഗ വിദ്യ പഠിപ്പിച്ചത് ഗുരുവിനെയും അതേപോലെ അയ്യപ്പനെയും ചട്ടമ്പി സ്വാമികളെയും ഘടയോഗ വിദ്യ പഠിപ്പിച്ചത് ആരാണ്? തൈക്കാടയാണ്. അപ്പോൾ അദ്ദേഹം കൊടുത്ത വിശേഷണം എന്താണ്? ഷൺമുഖദാസൻ. ഇനി കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെയാണ് ചട്ടമ്പി സ്വാമികളെ കൊടുക്കുന്ന വിശേഷണം. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്വാമിമാരൊക്കെ ആണെങ്കിൽ കാവ്യ വസ്ത്രം ധരിച്ച് അങ്ങനെയല്ലേ, ഇദ്ദേഹം വെള്ള വസ്ത്രമാണ് ധരിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ പറയുന്നത്. ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് സംസ്കൃതം, യോഗ്യവിദ്യ, വേദോപനിഷത്തിലൊക്കെ വളരെ വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ സംസ്കൃതം, യോഗ്യവിദ്യ, വേദോപനിഷത്തൊക്കെ പഠിപ്പിച്ചത് സുബ്രജടാപാടികളാണ്. തമിഴ് വേദാന്ത ശാസ്ത്രം ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അത് പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശികറാണ്. ഓക്കെ. ഇനി ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി മണ്ണ് ചുമന്ന
നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതും ചട്ടമ്പി സ്വാമികളാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാർ ഞാൻ നേരത്തെ പറഞ്ഞു, പേട്ടയിൽ രാമപിള്ള, തൈക്കാടയ്യ, അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. തമിഴ് വ്യാകരണത്തിലും അതേപോലെ തന്നെ വേദാന്തത്തിലും ഇദ്ദേഹത്തിനെ പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശികരാണ്. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് പോകാം. അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ക്ലാർക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മാണ സമയത്ത് അദ്ദേഹത്തിന് ഈ പണി സെക്രട്ടേറിയറ്റിലെ ക്ലാർക്കായിട്ട് പണി കൊടുത്തത് ടി മാധവറാവു ആണ്. അന്നത്തെ ദിവാൻ കൂടിയായ ടി മാധവറാവു ആണ് ഇദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു ജോലി സെക്രട്ടേറിയറ്റിൽ കൊടുത്തത്. ഇനി ജ്ഞാനോദയം ലഭിച്ചത് എവിടെ വെച്ചെന്ന് പറഞ്ഞാൽ വടിവീശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. തമിഴ്നാട്ടിലാണ് ഈ സ്ഥലമുള്ളത്. നമ്മൾ നേരത്തെ ഗുരുവിൻ്റെ കേസിലെ മരുത്വ മല പറഞ്ഞു, അതും തമിഴ്നാട്ടിൽ തന്നെയാണ്. അതൊന്നും ഓർത്ത് വയ്ക്കുക. വടിവീശ്വരത്ത് വെച്ചാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടായത്. ഇനി നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച കാര്യം അറിയാം. അപ്പോൾ അവിടെ ഒരുപാട് അനാചാരങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് അദ്ദേഹം കണ്ട് കേരളത്തിനെ ഭ്രാന്താലയം എന്നൊക്കെ വിളിച്ചു അല്ലേ. അപ്പം അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറയുന്നത് മലബാറിൽ ഞാനൊരു മനുഷ്യനെ, യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം, അതായത് സ്വാമി വിവേകാനന്ദൻ ഒരു പരുന്താണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുക് മാത്രമാണെന്നാണ് ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞത്. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് നോക്കാം. ചട്ടമ്പി സ്വാമികൾ അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരെ അദ്ദേഹം നടത്തിയ ഒരു സദ്യയാണ് പട്ടിസദ്യ. പട്ടിസദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ തമ്പാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ പട്ടികൾക്ക് ഇദ്ദേഹം ഭക്ഷണം അറേഞ്ച് ചെയ്ത് പട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു. അതിനെയാണ് പട്ടിസദ്യ എന്ന് പറയുന്നത്. പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അതിൽ പ്രമുഖനായിട്ടുള്ള ഒരു ശിഷ്യനാണ് ഈ പറയുന്ന ബോധേശ്വരൻ. ബോധേശ്വരൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, സുഗതകുമാരി അമ്മയുടെ പിതാവാണ് ബോധേശ്വരൻ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ആനന്ദകുമാര വേലുവിൽ നിന്നും മന്ത്രോപദേശം സ്വീകരിച്ചു ചട്ടമ്പി സ്വാമികൾ. അതും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആണ്. ഇനി ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമത നിരൂപണം അല്ലെങ്കിൽ ക്രിസ്തുമത ഛേദനം നടത്തി. ഇദ്ദേഹം വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതിൽ അദ്ദേഹത്തിൻ്റെ പ്രാചീന മലയാളം എന്ന് പറയുന്നത് ഇദ്ദേഹം എഴുതിയ ഏറ്റവും വലിയ കൃതിയാണ്. ജാതിരഹിത സമൂഹത്തിൻ്റെ ചരിത്രമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നില്ല എന്ന് പറയുന്നത് പ്രാചീന മലയാളം എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതാണ്? ക്രിസ്തുമത നിരൂപണം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. ഇതൊക്കെ അദ്ദേഹം എഴുതിയ വിശിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതിൽ നിങ്ങൾ പ്രാചീന മലയാളത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇത് അദ്ദേഹം എഴുതിയിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. പ്രാചീന കേരളത്തിലെ ജാതിരഹിത സമൂഹത്തിൻ്റെ ചരിത്രമാണ് അതിനകത്ത് പറയുന്നത്. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നില്ലെന്നും ഇതിനകത്ത് പറയുന്നു. ഇനി മറ്റ് കൃതികൾ എന്താണെന്ന് വെച്ചാൽ സർവമത സാമരസ്യം, അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, അദ്വൈതവരം, മോശപ്രതിഭ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, നിത്യാനന്ദ വിലാസം, ബ്രഹ്മത്വ നിർദാസം, വേദാന്തസാരം, അദ്വൈത പഞ്ചകം, ആദിഭാഷ, പരമഭട്ടാര ദർശനം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഭട്ടാര ദർശനം. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. വേദപഠനം, അതായത് വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും ചട്ടമ്പി സ്വാമി പറയുന്ന അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന കൃതി ഏതാണെന്ന് ചോദിക്കാം. അത് വേദാധികാര നിരൂപണമാണ്. ഏതാണ്? വേദാധികാര നിരൂപണത്തിനകത്താണ് അങ്ങനൊരു കാര്യം പറയുന്നത്. വേദാധികാര, ഈ സ്ലൈഡിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്ന പേര് വേദാധികാര നിരൂപണത്തിനാണ് വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല, അത് ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്ന് പറയുന്നത്. ഇനി ശൂദ്രന്മാരും വേദം പഠിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്ന് വാദിച്ച
കൃതി ഏതാണ്? വേദാധികാത നിരൂപണമാണ്. ഈ വേദാധികാത നിരൂപണത്തിനെക്കുറിച്ച് ഗുരു പറയുന്ന ഒരു കാര്യമുണ്ട്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാതിരുന്നത് ഭാഗ്യം എന്നാണ് വിവേകാനന്ദൻ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. വിവേകാനന്ദൻ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്നാണ് വിവേകാനന്ദൻ വേദാധികാര നിരൂപണത്തിനെക്കുറിച്ച് പറഞ്ഞത്. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി പരശുരാമൻ കേരളത്തിന് ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയെന്ന പുരാവൃത്തത്തിനെ ഖണ്ഡിപ്പിക്കുന്ന കൃതിയാണ് പ്രാചീന കേരളം. ഇനി മോക്ഷപ്രദീപ, അങ്ങനൊരു കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മോക്ഷപ്രദീപ ഖണ്ഡനം, ഈ ഒരു സ്ലൈഡിൽ മറ്റ് കൃതികളെന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നത് മോക്ഷപ്രദീപ ഖണ്ഡനം. അത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയതാണ്. രണ്ട് കൃതികളുടെയും പേരൊന്ന് തന്നെയാണ്. ഈ മോക്ഷപ്രദീപം എന്ന് പറയുന്ന കൃതി ശരിക്കും പറഞ്ഞ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്. അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഖണ്ഡനം എഴുതിയിരിക്കുന്നത് ഇദ്ദേഹം. ഇനി ക്രിസ്തുമത, അത് ഞാൻ ആദ്യം പറഞ്ഞ കൃതി അതാണ്. ക്രിസ്തുമത നിരൂപണം അല്ലെങ്കിൽ ക്രിസ്തുമത ഖേദനം എന്ന് പറയുന്നത് ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത കൃതിയാണ് ക്രിസ്തുമത ഖേദനം എന്ന് പറയുന്നത്. ഇനി ഇത്രയാണ് നമുക്ക് അദ്ദേഹം എഴുതിയ കൃതികളെക്കുറിച്ചുള്ള ഇൻഫോപ്ലെക്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനമൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി ഓഗസ്റ്റ് 25 ഒരു പ്രത്യേകതയുണ്ട്. അത് ജീവകാരുണ്യ ദിനമാണ്. ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം. അതായത് ഓഗസ്റ്റ് 25 ഇദ്ദേഹം ജനിക്കുന്നത് 1983. അപ്പോൾ ആ ദിവസമാണ് ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഏത് നവോത്ഥാന നായകൻ്റെ ജന്മദിനമാണ് ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് വെച്ചാൽ ചട്ടമ്പി സ്വാമികളുടെയാണ്. ചട്ടമ്പി സ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ നവമഞ്ജരിയാണ്. സ്റ്റാമ്പ് പുറത്തിറക്കി, അതായത് ചട്ടമ്പി സ്വാമികളുടെ മുഖചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തു വരാൻ തുടങ്ങിയത് 2014 ഏപ്രിൽ 30 മുതലാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ കേൾക്കണം. ഇദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന ഒരു ഗാനമുണ്ട്. ജയ ജയ കോമള കേരള ധരണി ജയ ജയ എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. ജയ ജയ മാമക പൂജിത ജനനി. ഇത് കേരള ഗാനത്തിൻ്റെ കർത്താവ് ബോധേശ്വരനാണ്. ബോധേശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ബോധേശ്വരൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം സുഗതകുമാരിയുടെയും അച്ഛനാണ് ബോധേശ്വരൻ എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരുടെ കാര്യം പറഞ്ഞു, അതും ഓർത്ത് വയ്ക്കുക. ഒരു ശിഷ്യൻ്റെ കാര്യം പറഞ്ഞു, അതും ഓർത്ത് വയ്ക്കുക. ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സമാധി സ്ഥലം പന്മന എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം സമാധിയായത്. അതായത് ചട്ടമ്പിയുടെ സമാധി സ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ ഒരു ക്ഷേത്രം പണിതു. അതിൻ്റെ പേരാണ് ബാലഭട്ടാരക ക്ഷേത്രം. ഇനി ഇന്ത്യൻ സ്റ്റാമ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ മുഖചിത്രം വരാൻ തുടങ്ങി 2014 അദ്ദേഹത്തിൻ്റെ മരണശേഷം. ഇനി സ്വാമി വിവേകാനന്ദനെ ചട്ടമ്പി സ്വാമികൾ സന്ദർശിച്ച വർഷം 1892. സ്വാമി വിവേകാനന്ദൻ കേരള ദർശനത്തിനായി ക്ഷണിച്ചതാരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പുവാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് എത്തിയാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കാണുന്നത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറയുന്നു. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണെന്നാണ് വിവേകാനന്ദനെക്കുറിച്ച് ചട്ടമ്പി സ്വാമികൾ പറയുന്നത്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് വിവരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. അത്രയും കൂടി ഒന്ന് മനസ്സിൽ വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്? സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവി ധരിക്കാത്ത സന്യാസി, കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. ഇത്രയും ഓർത്ത് വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് പറഞ്ഞു. ചട്ടമ്പി സ്വാമികളുടെ നിരാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ ഒരു കവിത എഴുതി. അതാണ് സമാധി സപ്തകം. അതിൻ്റെ പേരെന്താണ്? സമാധി സപ്തകം. ഇനി മറ്റൊരു കാര്യം, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായിട്ടുള്ള മോക്ഷപ്രദീപത്തിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയത് മോക്ഷപ്രദീപ ഖണ്ഡനം. ഇനി ആദിഭാഷ എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. അത് എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ മനുഷ്യ സമുദായത്തിൻ്റെ ആദിഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന കൃതിയാണ് ആദിഭാഷ. ഇനി ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ടോണി മാത്യു എഴുതിയൊരു കൃതിയുണ്ട്. അതാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും.
അദ്ദേഹത്തിൻ്റെ ജന്മദിനം ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാർ, ഞാൻ ബോധേശ്വരൻ്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ, മറ്റ് ശിഷ്യന്മാർ പെരുന്നല്ലി കൃഷ്ണ വൈദ്യർ, വെളുത്തേരി കേശവൻ വൈദ്യർ, കുമ്പളത്തെ ശങ്കുപിള്ള, നീലകണ്ഠ തീർത്ഥപാദർ, തീർത്ഥപാദ പരമഹംസ സ്വാമികൾ. ഇത്രയും ഓർത്ത് വയ്ക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നവോത്ഥാന നായകനെക്കുറിച്ച് പഠിക്കണം. താങ്ക് യു.